നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഒത്തിരിയധികം ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുള്ള ഇന്ത്യ പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെന്റ്, ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള ഗ്രാമീൺ ദക് സേവക് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒത്തിരിയധികം ആളുകൾ ഇത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴും ചിലര് ഇത് അത്ര വലിയൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഒന്നും അല്ല എന്നും സൂചിപ്പിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്തുകൊണ്ട് ഇതൊരു മികച്ച അവസരമായി കണക്കാക്കാം എന്ന് സൂചിപ്പിക്കാം. ഓർക്കുക, ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലേക്ക്, കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഇന്ത്യയിലെ പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ അവസരമാണിത്. ലാർജ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ഏതാണ്ട് 28,000-ലധികം ഒഴിവുകൾ, കേരളത്തിൽ മാത്രം 1000-ലധികം ഒഴിവുകൾ ലഭ്യമാണ്. മാത്രവുമല്ല, പരീക്ഷയൊന്നും ഇല്ലാതെ, ഇന്റർവ്യൂ ഒന്നും ഇല്ലാതെ എത്താവുന്ന അവസരങ്ങൾ. അതുമാത്രവുമല്ല, ഏതാണ്ട് 4-5 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം ജോലി ചെയ്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള സമയം മറ്റു ജോലികൾക്കോ മറ്റ് വരുമാനത്തിനുള്ള മാർഗങ്ങൾക്കോ ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യുവാനായിട്ട് കഴിയുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലേക്ക് കിട്ടുവാനായിട്ട് ക്വാളിഫിക്കേഷൻ ഒരു വലിയ പ്രശ്നമല്ല എന്നുള്ളതാണ്. മിനിമം SSLC 10ാം ക്ലാസ് ഉള്ളവർക്ക് വരെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പൊ അതുകൊണ്ട് വലിയ ക്വാളിഫിക്കേഷൻ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാതെ ലാർജ് നമ്പർ ഓഫ് വേക്കൻസി, ഒത്തിരി സമയമൊന്നും ജോലി ചെയ്യേണ്ടതില്ല. പൊതുവെ നമുക്കറിയാം, പോസ്റ്റ് ഓഫീസിലെ ജോലികളൊന്നും അത്ര തലവേദനയുള്ള ടെൻഷൻ പിടിച്ച ജോലികളുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരമായതുകൊണ്ടാണ് പലരും ഇതിനെ മികച്ച അവസരമായിട്ട് കണക്കാക്കാനായിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ചില എന്താ പറയുക, റിസർവേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ 55 വയസ്സ് വരെയുള്ളവർക്ക് വരെ അപേക്ഷിക്കുവാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയേ ഉള്ളൂ. അതിൽ തന്നെ പലപ്പോഴും ഈ പെൺകുട്ടികൾക്ക്, SC/ST-ക്കാർക്കൊക്കെ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുമില്ല. അതുകൊണ്ട് 29,000 രൂപ വരെയൊക്കെയാണ് പ്രതിമാസ ശമ്പളം ഏറ്റവും കൂടുതൽ ലഭ്യമാവുക. എന്നാൽ അതിനോടൊപ്പം DA കിട്ടാനായിട്ട് മറ്റ് അലവൻസുകൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതും ഞാൻ സൂചിപ്പിച്ച പോലെ 4-5 മണിക്കൂറിന്റെ പ്രതിഫലമാണെന്ന് ഓർക്കണം. എവറി ഇയർ ഇൻക്രിമെന്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ പലരും ഇതിനെ മികച്ചതായിട്ട് കണക്കാക്കുമ്പോഴും ചിലർ അതിനെ വിമർശിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. കാണുന്നവർക്ക് അത് ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഈ ഒരു ഇന്ത്യ പോസ്റ്റ് ഓഫീസ് GDS റിക്രൂട്ട്മെന്റിന്റെ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാം. മിനിമം 10ാം ക്ലാസ് ആണ് യോഗ്യത. അതിന്റെ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ല്. അതേപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണ് നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കൊടുക്കട്ടെ, ഈ +2-ക്കാരെ ഇപ്പോൾ കേരള ഗവൺമെന്റ് കീഴിൽ ഒരു ഏജൻസി വിദേശത്തേക്ക്, പ്രത്യേകിച്ച് സെൻട്രൽ യൂറോപ്പിലുള്ള സ്ലോവാക്യ എന്ന രാജ്യത്തേക്ക് ഒരു റിക്രൂട്ട്മെന്റിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. 70ഓളം ഒഴിവുകളുണ്ട്. അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. മറ്റൊരു കാര്യം കൂടി, പാർട്ട് ടൈം ആയിട്ട്, വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിൽ നിന്ന് ജോലി ആഗ്രഹിക്കുന്ന ഡിഗ്രിക്കാർക്കുള്ള ഒരു നല്ല അവസരം വിശദമാക്കുന്ന ഒരു വീഡിയോയും ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അതിന്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയേക്കാം. അപ്പൊ വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ദാ നോക്കുക, നോട്ടിഫിക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കീഴിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്ട്രിയുടെ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്, അവരാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. 28-ാം തീയതി ജനുവരിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഫെബ്രുവരി 1-ാം തീയതി മുതൽ അപേക്ഷ തുടങ്ങാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ എന്താ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് കഴിയും. 3 തസ്തികകളിലാണ് റിക്രൂട്ട്മെന്റ് ഉള്ളത്. ഒന്ന് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണ്. നമുക്കൊക്കെ പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ പോസ്റ്റ് മാസ്റ്റർ എന്ന് വിളിക്കുന്ന ആ ബ്രാഞ്ചിന്റെ അധിപൻ. അതേപോലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, ദക് സേവക് ഉണ്ട്, പോസ്റ്റ്മാൻ എന്നൊക്കെ വിളിക്കാവുന്ന ജോലികൾ. അപ്പൊ ഇങ്ങനെയുള്ള 3 തസ്തികകളിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഒരു കാര്യം വളരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, only 1 registration is permitted per candidate. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഇതിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം. മൾട്ടിപ്പിൾ ഓർ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഇനി
പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് ഒന്നും ഇപ്പൊ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. കാൻഡിഡേറ്റ്സ് ആർ നോട്ട് റിക്വയർഡ് ടു അറ്റാച്ച് അപ്ലോഡ് എനി ഡോക്യുമെന്റ്സ് അലോങ് വിത്ത് ആപ്ലിക്കേഷൻ. ഇപ്പൊ ആപ്ലിക്കേഷൻ വെച്ചാൽ മതി. നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കും. ആ സമയത്ത് ഒരു ലിസ്റ്റ് ഇടും. ഒരു ലിസ്റ്റ് മാത്രമല്ല, ആ ലിസ്റ്റിൽ എല്ലാവരും ജോയിൻ ചെയ്യുന്നില്ലേ പിന്നെയും ലിസ്റ്റ് വരും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 7 ലിസ്റ്റുകളാണ് ഇട്ടത്. ആ ലിസ്റ്റിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷണിക്കും. ആ സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചാൽ മതിയാവും. ഇപ്പൊ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതിയാവും. അപ്പൊ എന്നാണ് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട സമയം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വൺ ടൈം രജിസ്ട്രേഷൻ അത് 31/1 ഫെബ്രുവരി 31 2026 ആരംഭിക്കും. അതായത് ഈ സൈറ്റിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടത്. ഒരിക്കൽ ചെയ്താൽ മതി. അത് 31 ആരംഭിക്കും. 14 ഫെബ്രുവരി വരെ ആയിരിക്കും വൺ ടൈം രജിസ്ട്രേഷൻ. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ അവസാന ദിവസത്തേക്ക് വെക്കല്ലേ. പലപ്പോഴും ഈ സെർവർ ബിസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പല വർഷങ്ങളിലും കാണാറുണ്ട്. ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഇന്ന് ആരംഭിച്ച ദിവസം തന്നെ ഞാൻ രാവിലെയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഇത് എൻ്റെ സെർവർ ലഭ്യമാകാതെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീടേക്ക് വെക്കാതെ ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വർഷത്തിൽ 2 പ്രാവശ്യമാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നതെങ്കിലും കഴിഞ്ഞ വർഷം 2025 ഒരിക്കൽ മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സാധാരണഗതിയിൽ ജനുവരി ഫെബ്രുവരിയിൽ പിന്നെ ഒരു ജൂൺ ജൂലൈയിലും ആയിരിക്കും നടക്കുക. ഇപ്പൊ ജനുവരി ഫെബ്രുവരിയിലുള്ള റിക്രൂട്ട്മെന്റ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ആദ്യം ഒന്ന് വൺ ടൈം രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നത് തുടങ്ങുന്നത് ഫെബ്രുവരി 2 ആയിരിക്കും. 16 ഫെബ്രുവരി 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഫീ പേയ്മെന്റ് ഉണ്ട്, 100 രൂപ ഫീസ് അടയ്ക്കണം. അത് എല്ലാവർക്കും ഒന്നുമില്ല, പ്രത്യേകിച്ച് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഒന്നും അടയ്ക്കേണ്ട. ഞാൻ പിന്നാലെ സൂചിപ്പിക്കും. ഓക്കെ, ഇനി ഈ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 16 ഫെബ്രുവരിയിൽ ക്ലോസ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിച്ചു ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ 18 ഫെബ്രുവരി മുതൽ 19 ഫെബ്രുവരിക്കുള്ളിൽ നിങ്ങൾക്ക് കറക്ഷൻസ് ചെയ്യുവാനായിട്ട് കഴിയും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള ഇന്ത്യ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ഇതൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രകാരമുള്ള അലവൻസുകളും മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും ഇവിടെ ലഭിക്കത്തില്ല. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ വാരി കോരിയാണ് അവിടെ നമുക്ക് അലവൻസുകളും ബെനിഫിറ്റ്സും ഒക്കെ കിട്ടുക. എന്നാൽ അങ്ങനെയുള്ള അലവൻസുകളും ബെനിഫിറ്റുകളും ഇവിടെ കിട്ടത്തില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ശമ്പളം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. റിക്വയർഡ് ടു വർക്ക് ഫോർ മിനിമം ഫോർ എ പീരീഡ് ഓഫ് 4 hours ആൻഡ് മാക്സിമം ഫോർ 5 hours. 4 മുതൽ 5 മണിക്കൂർ വരെ ഒരു ദിവസം ജോലി ചെയ്താൽ മതിയാകും. അതായത് പകുതി ജോലിയേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊരു ഫുൾ ടൈം ജോലിയല്ല, ഒരു പാർട്ട് ടൈം ജോലി വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മറ്റ് ഇൻകം സോഴ്സുകൾ, മറ്റ് ജോലി ചെയ്യുന്നതിനോ മറ്റു പ്രവർത്തനങ്ങളൊന്നും വിടുന്നതിൽ കുഴപ്പമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മറ്റെന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടെങ്കിലും ഈ 4 മണിക്കൂർ 5 മണിക്കൂർ പോസ്റ്റ് ഓഫീസ് ജോലികളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല അവസരമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ആംഗിളിലൊക്കെ നോക്കുമ്പോഴാണ് ഇതൊരു വളരെ മികച്ച അവസരമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു. ഇനി എന്തൊക്കെയായിരിക്കും തസ്തികൾ, ജോലിയുടെ ഒരു സ്വഭാവം ഞാൻ സൂചിപ്പിക്കാം. 3 തസ്തികളാണ്. ഏറ്റവും കൂടുതൽ ശമ്പളം ഉള്ള തസ്തികയാണ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, BPM എന്ന് പറയും. എല്ലാത്തിനും മിനിമം 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ ശമ്പളമൊക്കെ ഉള്ള അല്ലെങ്കിൽ ഏറ്റവും പവറൊക്കെ ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നുള്ള BPM. നമ്മൾ അറിയുന്ന പോലെ ഒരു ബ്രാഞ്ചിന്റെ ഹെഡ് ആയിരിക്കും. അപ്പൊ ബ്രാഞ്ചിന്റെ ഡേ ടു ഡേ പോസ്റ്റൽ ഓപ്പറേഷൻ ഓഫ് ദ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്, ആ പോസ്റ്റ് ഓഫീസിന്റെ ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും മേൽനോട്ടം വഹിക്കുക ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആയിരിക്കും. എന്നുകൂടാതെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, അതായത് പോസ്റ്റ് ഓഫീസിലെ സേവനങ്ങൾ, പ്രോഡക്റ്റുകളൊക്കെ അതിന്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളും ഒക്കെ നോക്കുക എന്നുള്ളതാണ്. നോക്കുക, പോസ്റ്റ് ഓഫീസുകളിൽ നമുക്കറിയാം ഇപ്പം പോസ്റ്റ് സ്റ്റാമ്പും ലെറ്ററും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അവിടെ ചെറിയ ബാങ്ക് പോലെയൊക്കെ ഉണ്ട് അല്ലെ. ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ബാങ്ക് പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് പ്രൊമോഷൻ കാര്യങ്ങളും ഒക്കെ ബന്ധപ്പെടണം. സിംഗിൾ ഹാൻഡഡ് BOs, അതായത് ബ്രാഞ്ച് ഓഫീസുകളെ നമ്മൾ തന്നെ നയിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതാണ് നമ്മളുടെ ഒരു ജോലിയുടെ ഒരു കാര്യം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം അല്ലെ എന്തൊക്കെയാണ് ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ജോലി എന്നുള്ളത്.
ഇനി അവിടെ തന്നെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, ABPM. ആ പേരിൽ തന്നെയുണ്ട്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് സ്റ്റൈൽ ഓഫ് സ്റ്റാമ്പ് സ്റ്റേഷനറി കൺവേയൻസ് ആൻഡ് ഡെലിവറി ഓഫ് മെയിൽ അറ്റ് ഡോർ സ്റ്റെപ്പ്. അതായത് നമുക്കറിയാം പോസ്റ്റ് ഓഫീസുകളിലെ സ്റ്റാമ്പും മറ്റ് സ്റ്റേഷനറിയുടെ ഒക്കെ വിൽപ്പന, പിന്നെ ഡെലിവറി ഓഫ് മെയിൽ, അതൊക്കെ ഇവരുടെ കീഴിൽ വരുന്നതാണ്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മുൻപ് പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഇവരുടെ കീഴിൽ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും ഇവരുടെ ഒരു ജോലി എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു തസ്തികയും കൂടെ ഉണ്ട്, ഡക് സേവക് അല്ലെ. ഡക് സേവക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസുകൾ, ലൈൻ സബ് പോസ്റ്റ് ഓഫീസുകൾ, ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ, RMS റെയിൽവേ മെയിൽ സർവീസ്, ഇവിടെയൊക്കെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഇവരുടെയും പണി എന്ന് പറഞ്ഞാൽ സെയിൽ ഓഫ് സ്റ്റാമ്പ് സ്റ്റേഷനറി അങ്ങനത്തെ പണികളുണ്ട്. പിന്നെ സോർട്ടിംഗ് ഓഫീസുകളിൽ റെയിൽവേ മെയിൽ സർവീസ് ഉണ്ട്, RMS, അവിടെയൊക്കെ സോർട്ട് ചെയ്യുക. സോർട്ടിങ് നമുക്കറിയാം, വരുന്ന ഉരുപ്പടികളെയൊക്കെ സോർട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ അവരാണ് ഈ റെസിപ്റ്റ് ഡെസ്പാച്ച് ഓഫ് മെയിൽ ബാഗ്സ് ട്രാൻസിഷ്മെന്റ് ഓഫ് ബാങ്ക്. അതായത് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് വരുന്ന ഉരുപ്പടികൾ അത് റിസീവ് ചെയ്യുക, അത് ഡെസ്പാച്ച് ചെയ്യുക, അങ്ങനെയുള്ള ജോലികൾ. പിന്നെ പോസ്റ്റ് മാസ്റ്ററിനെ, അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററിനെ ഒക്കെ അസിസ്റ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ ജോലികൾ ഡക് സേവകിന്റെ ജോലികളാണ്. ഇനി എന്തായിരിക്കും ശമ്പളം? അതിൽ തന്നെ സൂചിപ്പിക്കട്ടെ, ഇതിനെ ഇവർ വിളിക്കുന്നത് സാലറി എന്നുള്ള പേരിലല്ല, ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് എന്ന പേരിലാണ്. TRCA എന്നുള്ളതാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തിനനുസരിച്ചാണ് നമുക്ക് കിട്ടുക. അതിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് 29,380 വരെ ആയിരിക്കും സ്ലാബ്, 12,000 മുതൽ 29,380. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്കും ഡക് സേവക്കും 10,000 മുതൽ 24,470 വരെ ആയിരിക്കും ഈ കണ്ടിന്യൂറ്റി അലവൻസ്. കാര്യം ഇവരുടെ സൂചിപ്പിക്കുന്നുണ്ട്, ഇതിൽ 3% ഇൻക്രീസ് വർഷാവർഷം ലഭ്യമാകും. അതുകൂടാതെ DA കിട്ടും. അതേപോലെ തന്നെ എന്താ പറയുക, അതർ അലവൻസ് ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, മറ്റ് പല അലവൻസുകൾ. ഉദാഹരണത്തിന് ഗ്രാറ്റുവിറ്റി, സർവീസ് ഡിസ്ചാർജ് ബെനിഫിറ്റ് സ്കീം, ഇങ്ങനെയൊക്കെയുള്ള ചില അലവൻസുകൾ ഒക്കെ ലഭ്യമാകും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇതൊക്കെ 4 മുതൽ 5 മണിക്കൂർ വരെ വർക്ക് ചെയ്യുന്നതിനാണ്, ഫുൾ ഡേക്കല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 10ാം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പ്രായം 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. ഇനി ചില കാറ്റഗറിക്ക് ഈ പ്രായത്തിൽ ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. SC/ST-കാരാണെങ്കിൽ 5 വർഷത്തെ ഇളവുണ്ട്. അപ്പം 45 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതർ ബാക്ക്വേർഡ് ക്ലാസ്സിനാണെങ്കിൽ 3 വർഷത്തെ ഇളവാണ്. ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അംഗവൈകല്യമുള്ളവർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. അതായത് 50 വയസ്സ് വരെ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയും SC/ST-യും കൂടിയാണെങ്കിൽ 15 വർഷത്തെ, അതായത് 55 വയസ്സ് വരെ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 10th സ്റ്റാൻഡേർഡ് പാസ്സായാൽ മതി എന്നാണ് സൂചിപ്പിക്കുന്നത്. മാത്സും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. നമ്മുടെയൊക്കെ നാട്ടിൽ 10ാം ക്ലാസ് ഒക്കെ മാത്സും ഇംഗ്ലീഷും ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം മാത്സും ഇംഗ്ലീഷും ഒക്കെ പഠിച്ച് 10ാം ക്ലാസ്സിൽ പാസ്സായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ. എന്ന് മാത്രമല്ല, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം. ഉദാഹരണത്തിന് കേരളത്തിലാണെങ്കിൽ മലയാളമാണ് ലോക്കൽ ലാംഗ്വേജ്, കേരളത്തിലും ലക്ഷദ്വീപിലും ഒക്കെ. അപ്പം അതുകൊണ്ട് 10ാം ക്ലാസ്സിലും മലയാളം പഠിച്ചിരിക്കണം. മലയാളം പഠിക്കാത്തവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ ഹിന്ദിയാണ് പഠിച്ചെങ്കിൽ ഹിന്ദിനെ ബേസ് ചെയ്ത് ഒത്തിരി സംസ്ഥാനത്ത് അപ്ലൈ ചെയ്യാം, അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഏത് വിഷയമാണ് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ആ ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലകളിലൊക്കെ അപ്ലൈ ചെയ്യാം. മലയാളം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കേരളത്തിലെ അവസരങ്ങൾ, ലക്ഷദ്വീപിലെ അവസരങ്ങളുണ്ട്. തമിഴ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ തമിഴ്നാട്ടിലെ അവസരമുണ്ട്. ഹിന്ദി പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഒത്തിരി സ്റ്റേറ്റുകളിലെ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓർക്കുക, എല്ലാം കൂടെ ആണ്ട് 28,000-ത്തിലധികം ഒഴിവുകളാണുള്ളത്. ഓരോ സംസ്ഥാനത്തും 1000-ത്തിലധികം ഒഴിവുകളുണ്ട്. കേരളത്തിൽ മാത്രം അത്രയും ഒഴിവുകളുണ്ട് എന്നുള്ള കാര്യം അറിയുക. ബാക്കി കാര്യങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഞാൻ സൂചിപ്പിച്ചു 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. 12 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം, ഉപയോഗിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. ഈ സൈക്ലിംഗ് അറിയത്തില്ലേ പോലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. നിങ്ങൾ സെലക്ട് ആയാൽ ആ സമയത്ത് സൈക്ലിംഗ് പഠിച്ചാൽ 1-2 ദിവസം കൊണ്ട് സൈക്ലിംഗ് പഠിക്കാം. സൈക്ലിംഗ് അറിഞ്ഞിരിക്കുക, കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുക.
പിന്നെ ജീവിക്കാൻ മറ്റു മാർഗങ്ങളും ഉള്ളത് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ കാര്യങ്ങളായിട്ട് പറയാനായിട്ടുള്ളത്. ബാക്കി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യണം? ഓൺലൈനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ത്യ പോസ്റ്റിന്റെ ഇവിടെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ഇനി എങ്ങനെയായിരിക്കും സെലക്ഷൻ? പരീക്ഷയില്ല, ഇന്റർവ്യൂ ഇല്ല, പിന്നെ എങ്ങനെയായിരിക്കും സെലക്ഷന്? ഞാൻ സൂചിപ്പിച്ചു, ഇവർ ആദ്യം ഒരു മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ ടോപ്പേഴ്സിനെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പൊ എങ്ങനെയായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക? നമ്മളുടെ 10th മാർക്ക് വെച്ചിട്ടായിരിക്കും. മെറിറ്റ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ സെക്കൻഡറി സ്കൂൾ എക്സാമിനേഷൻ ഓഫ് 10th സ്റ്റാൻഡേർഡ്. 10ാം ക്ലാസ്സിലെ മാർക്കിനെ ബേസ് ചെയ്ത് ഒരു മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ നിന്നാണ് സെലക്ഷൻ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടുന്നവർക്കാണ് സെലക്ഷൻ കിട്ടുക. അപ്പൊ നിങ്ങൾ ചോദിക്കും നല്ല മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര മാർക്ക് എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു 95% ഒക്കെ മേളിലുണ്ടെങ്കിൽ ഉറപ്പാക്കാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ ഒരു 90% ഒക്കെ മേളിലുള്ളവർക്ക് കിട്ടാനായിട്ട് സാധ്യതകളുണ്ട്. ഇനി എന്തെങ്കിലും റിസർവേഷൻ കാറ്റഗറി ഒക്കെ ആണെങ്കിൽ അതിൽ താഴെയാണെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഓർക്കുക, ഓരോ പ്രാവശ്യവും ഇവര് ടോപ്പേഴ്സിന്റെ ലിസ്റ്റ് ഇടും. അതിൽ കുറെ പേരെ ഇത് ഓപ്റ്റ് ചെയ്യത്തുള്ളൂ, ബാക്കിയുള്ളവര് താല്പര്യപ്പെടത്തില്ല. അപ്പൊ അവര് അതിൽ താഴെയുള്ളവരെ വിളിക്കും. അപ്പം ഫൈനൽ ലിസ്റ്റ് ഒക്കെ ആകുമ്പോൾ മാർക്ക് ഇച്ചിരി കുറഞ്ഞവരാണെങ്കിൽ പോലും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്നോർത്ത് നിങ്ങളുടെ മാർക്കിനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു അത്യാവശ്യം 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ പോസ്റ്റ് ഓഫീസുകളിലെയും ഡിമാൻഡ് അനുസരിച്ചായിരിക്കും. ചില പോസ്റ്റ് ഓഫീസുകൾ ആരും വരുന്നില്ല, നല്ല മാർക്കുള്ളവർ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ താഴെയുള്ളത് നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടിയെന്ന് വരാം. അതുകൊണ്ട് മാർക്ക് അല്പം കുറവാണെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്യുക. 100 രൂപയുടെ ചിലവേ ഉള്ളൂ. മുടക്കാമെന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനം എടുക്കാൻ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരേ മാർക്കുള്ളവർ, ഇപ്പം പറഞ്ഞു 28,000-ഓളം വേക്കൻസികളുണ്ട്. ഒരേ മാർക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ആ മാർക്ക് കൂടുതലുള്ളവർക്കാണ് മെറിറ്റ് ലിസ്റ്റിൽ മേളിൽ വരിക. ഇനി ഒരേ മാർക്ക് വന്നാൽ ഇവര് പല ക്രൈറ്റീരിയ നോക്കും. ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. ഇപ്പം 2 പേർക്കും 90% മാർക്കുണ്ടെന്ന് കരുതുക. അപ്പൊ ആരെയായിരിക്കും? ഓൾഡർ ഇൻ ഏജ്, പ്രായത്തിൽ ഒരു ദിവസമെങ്കിലും മൂത്ത ഒരാളുണ്ട്, അവർക്കായിരിക്കും മെറിറ്റ് ലിസ്റ്റിൽ പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ 100 പേര് ഒരേ മാർക്കുള്ളവരാണെങ്കിൽ 100 പേരിൽ പ്രായം കൂടുതലുള്ളവർക്കായിരിക്കും മെറിറ്റ് ലിസ്റ്റിൽ മേളിൽ കൊടുക്കുക. പിന്നെയും ടൈ വന്നു കഴിഞ്ഞാൽ അവർ SC ട്രാൻസ്വുമൺ ആണെങ്കിൽ അവർക്ക് പ്രയോറിറ്റി കൊടുക്കും. ST ഫീമെയിൽ ആണെങ്കിൽ പ്രയോറിറ്റി കൊടുക്കും. അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക ക്രൈറ്റീരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അത്യാവശ്യ ചില കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഞാൻ കുറെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഞാൻ ഇനിയും ഇതിന്റെ ഫീസ് കാര്യങ്ങൾ അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. അടുത്ത പേജിൽ ഫീസിന്റെ ഡീറ്റെയിൽസ് നൽകുന്നു. 100 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാകും. ഇത് നിങ്ങൾ ഓൺലൈനായിട്ട് പേ ചെയ്യണം. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, പെൺകുട്ടികൾ, SC STക്കാര്, പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, അംഗവൈകല്യമുള്ളവർ, ട്രാൻസ്വുമൺ, ഇങ്ങനെയുള്ളവർക്ക് ഫീസ് നൽകേണ്ടതില്ല. ബാക്കിയുള്ളവർക്കൊക്കെ 100 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീ എന്നുള്ള കാര്യം ഓർക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. നിങ്ങൾ ആദ്യം വേറെ ഞാൻ പറഞ്ഞു ഡോക്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും മാത്രം അപ്ലോഡ് ചെയ്യണം. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷന് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. താല്പര്യമുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള, ലക്ഷദ്വീപ്, മാഹി ഇവിടേക്കൊക്കെ മലയാളമായിരിക്കണം 10ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഹിന്ദിയൊക്കെ പഠിച്ചവർക്ക് മറ്റ് പല സ്റ്റേറ്റുകളിലെ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയും ചെയ്യും. അപ്പം കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പൊ നോക്കുക, ഒരവസരം ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യ GDSന്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അവിടെ പോയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഏതായാലും ഒന്ന് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. അതിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നു തോന്നുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.